sir. Next, I would like to welcome our PTA President, Mr. Nijamuddin, for this program. Welcome, sir. Whether they are starting your academic journey with us for the first time or have a nice day. Thank you, ma'am. I am honored to invite Mr. K.C. Charles, Principal of Irshadi Public School, for the presidential address. So please. വേദിയിലും സദസ്സിലും ഏറ്റവും ബഹുമാന്യരെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, പ്രിയ കുഞ്ഞുമക്കളെ, സഹപ്രവർത്തകരെ, നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെ മക്കൾ വളരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you, sir. Next, we are moving to inaugural ceremony. Today, we have the privilege of hosting Mr. Shaharuddin, JCI National Trainer, JCI Koilan Metro. I am honored to invite Mr. Shaharuddin for the inauguration. Sir, please. മോർണിംഗ്, അസ്സലാമു അലൈക്കും. വേദിയിൽ സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, നമുക്ക് നേരത്തെ കാര്യത്തിലേക്ക് കാരണം 45 മിനിറ്റ് എനിക്ക് തന്നിട്ടുള്ളൂ. അതിന് താഴ്ക്കാൻ പറ്റുമെങ്കിൽ താഴ്ക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് കേട്ടോ. ഈ കുഞ്ഞുമക്കളും ഇത്രയും പേരൊക്കെ ഇരിക്കുകയാണ്. വളരെ എളുപ്പം തീർക്കാം, പക്ഷേ ശ്രദ്ധയോടിരിക്കണം അല്ലേ. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ശ്രദ്ധയാണ്. സാറ് പറഞ്ഞു തുടങ്ങി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെയും കാര്യങ്ങൾ AI എന്തുവാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ആ കാര്യം എന്ന് വെച്ചാൽ അറിയത്തില്ല. ഞാൻ വിവാഹം കഴിച്ചായിരുന്നു, ഇപ്പോഴല്ല, ഒരു 10-30 വർഷമായി കേട്ടോ. ആയിരുന്നുള്ള പോലീസ് സർവീസിൽ ജോലി കിട്ടുന്ന സമയത്ത് ജോലി കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് വിവാഹം കഴിച്ചപ്പോൾ എനിക്കറിയത്തില്ല എന്താണ് കല്യാണം കഴിച്ചാൽ എങ്ങനെ പോകണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. 2 മക്കൾ എങ്ങനെയായി, മൂത്ത മോടെ കല്യാണവും കഴിഞ്ഞു. പക്ഷേ എങ്ങനെ നമ്മുടെ മക്കളെ വളർത്തണം എന്നുള്ളത് പഠിച്ചത് ഞാൻ JCയിൽ വന്നതിന് ശേഷമാണ്. യൂണിറ്റ് ചേംബർ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സംഘടന പ്രസ്ഥാനത്തിൽ വന്നു കയറിയപ്പോഴാണ് ഞാനിത് പഠിച്ചത്. എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, അവർക്ക് എന്തെല്ലാം തരത്തിലുള്ള ഇൻ്റലിജൻസ് ഉണ്ട്, ഏതെല്ലാം നൈപുണികൾ അവർക്ക് ഉണ്ടായിരിക്കണം. അതിന് UN പറയുന്ന, യുണൈറ്റഡ് നേഷൻസ് പറയുന്ന അടിസ്ഥാനപരമായ നൈപുണികൾ, ലൈഫ് സ്കിൽ എന്ന് പറയും. അതുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് കുറച്ച് എത്തിനോട്ടം മാത്രം അതേ പറ്റത്തുള്ളൂ കേട്ടോ. സാധാരണ ഞങ്ങൾ ട്രെയിനിങ് 3 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ, അത് ഒരു ദിവസമാണ്. ഒരു ക്ലാപ്പ് വരുമല്ലോ കൈയടി. ഞാൻ ചോദിച്ച ഒരു കൈയടിയാണ് ചോദിച്ചത്. നിങ്ങൾ എത്ര കൈയടി തന്നു? 1000 കൈയടിയാണ്. വേണ്ട, ഒരു കൈയടി, ഒരു ക്ലാപ്പ്. 10 പേര് അടിച്ചിട്ട് കുഞ്ഞുങ്ങളടുത്ത് പറയും, 2 വയസ്സ് കഴിഞ്ഞു, നീ എന്താണ് അത് ചെയ്യാൻ, നീ അങ്ങോട്ട് പോയാൽ എന്താ, നീ ഇങ്ങോട്ട് പോയാൽ വഴക്ക് പറയും. നമ്മുടെ ഒരു ക്ലാപ്പ് അടിക്കാൻ പറഞ്ഞാൽ ഒരാൾക്കും ഒരു ഓർഡറില്ല, ഒരു ചിട്ടയില്ല, ഒന്നുമില്ല. ചുമ്മാ ആരെങ്കിലും അടിച്ച് ചിലരെ നോക്കിയത് പിന്നെ അയാൾ പറഞ്ഞ് അടിക്കാനാണ്. ഈ അധ്യാപകർ പഠിപ്പിക്കുന്ന ചില കുഞ്ഞുങ്ങൾ അങ്ങോട്ട് കുഞ്ഞുങ്ങൾ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും. എന്തുമാത്രം കഷ്ടപ്പെട്ട് അവർ പഠിപ്പിക്കുന്നത് അറിയാമോ? അറിവ് കൊടുക്കുന്നത് അവരറിയാതെ കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും രുചിയിലൂടെയും മണത്തിലൂടെയും സ്പർശനത്തിലൂടെയും അറിവ് കൊടുക്കുകയാണ്. നിങ്ങൾ 2 വയസ്സ് വരെ നോക്കിയ സ്പർശനത്തിലൂടെ നിങ്ങളെ കുഞ്ഞിനെ കൊണ്ടുപോകും. നിങ്ങളെ തൊട്ടാൽ അറിയാം. കണ്ണുപൊത്തി കളിക്കത്തില്ലേ? പിന്നെ അവൻ അമ്മയെ കണ്ണുപൊത്തുമ്പോൾ കൃത്യമായി അറിയുന്നത് അമ്മയെ കണ്ണുപൊത്തിയത്, സുഹൃത്താ കണ്ണുപൊത്തിയ സ്പർശനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്പർശനം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ 3 വയസ്സ് മുതൽ ഒരു 7 വയസ്സ് വരെയുള്ള കാലഘട്ടം നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ അവനെ ഉടുപ്പിടാൻ പഠിപ്പിക്കും, ഭക്ഷണം വാരി കഴിക്കാൻ പഠിപ്പിക്കും, സംസാരിക്കാൻ പഠിപ്പിക്കും. ഈ സമയത്ത് സംസാരശേഷി കുറയുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം, എന്താണ് ശ്രദ്ധിക്കണം. അവൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ആക്ഷൻ ഉണ്ടാവുന്നുണ്ടോ? ഹൈപ്പർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും, പക്ഷേ പറയുന്നത് കേൾക്കുന്നുണ്ടോ, അത് കാണുന്നുണ്ടോ, അതിനനുസരിച്ച് പ്രതികരിക്കുന്നുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ കൊണ്ട് ചികിത്സിക്കണം. ഈ 2 വയസ്സ് വരെ ടച്ചിൽ നിങ്ങൾ ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ ഈ കൈ താഴെ വരുമ്പോൾ ഒരു ക്ലാപ്പ് ചെയ്താൽ കേട്ടോ. ഈ വിരൽ താഴെ വരും, സംഭവിച്ചോ? ഈ വിരൽ താഴെ വരും. റെഡി, റെഡിയാകില്ല, റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാൻ പറഞ്ഞു കൈ താഴെ വന്ന് പ്രമാണിച്ചത് അല്ലേ? തെറ്റുപറ്റി കുഞ്ഞുങ്ങൾക്ക് തെറ്റുപറ്റുക, നമുക്ക് തെറ്റുപറ്റുമ്പോൾ ഒരു വഴക്ക് പറയാതിരിക്കും കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഏതാണ് ആദ്യം പറഞ്ഞ കാര്യം? ഏതാണ്? 4 കാര്യങ്ങൾ പറഞ്ഞില്ലേ? ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്. ഇതേതാ പറഞ്ഞാൽ IQ, ഇന്റലിജന്റ് കോഷ്യൻസിൽ വരുന്നതാണ്. പക്ഷെ നമുക്ക് വേണ്ടത് അതല്ല, അതിന് അത് വേണം. അതോടൊപ്പം തന്നെ വേണ്ട വേറൊരു കോഷ്യൻ്റ് ഉണ്ട്, അത് ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയും അല്ലേ? ഇങ്ങോട്ട് വരുമ്പം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരാൾ ആക്സിഡൻ്റ് ആയി കിടക്കും, അല്ലെങ്കിൽ കുഞ്ഞ് മറിഞ്ഞ് വീഴും, നിങ്ങൾ എന്തോ ചെയ്യും? എനിക്കങ്ങ് പോകണം, ഓഫീസിൽ പോകണം,
ഓഫീസിൽ പോകണം, സമയമില്ല, അയ്യോ കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ യാത്രയാവും. അല്ല, ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല, ഈ കുഞ്ഞിനെ എടുത്ത് ഞാൻ ആശുപത്രി കൊണ്ടുപോകും എന്ന് പറയുന്നത് രണ്ടിനും വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് സ്നേഹമില്ലെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് നല്ല ബോധ്യമില്ലെന്ന് പറയത്തില്ല, നിങ്ങൾക്ക് സെൽഫ് അവയർനെസ് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾ ഈ ഞാൻ അവിടെ എന്ത് ചെയ്ത് കുഞ്ഞിനെ കണ്ട അയ്യോ കഷ്ടമായി പോയല്ലോ, എനിക്ക് നല്ല ഓഫീസിൽ പോകണം, അതുകൊണ്ട് ഞാനങ്ങ് പോയി. പക്ഷേ മറ്റൊരാൾ എൻ്റെ കൂടെ വന്ന ഒരാൾ എന്ത് ചെയ്തു, അവിടെ ഇറങ്ങി അയാൾക്ക് ഓഫീസിൽ പോകുന്നതിന് തീരുമാനിച്ച് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഈ ആക്സിഡൻറ്റ് പറ്റിക്കിടന്ന കുഞ്ഞ് ആഗ്രഹിച്ചത് എന്താ, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരെങ്കിലും ഒന്ന് വരേണ്ടത് ആഗ്രഹിച്ചത്. ഏതാണ് നല്ല പ്രവൃത്തി? ഞാൻ ഓഫീസിൽ പോയത് സിമ്പതി, കഷ്ടം എനിക്ക് പറ്റിയില്ല. മറ്റേത് എമ്പതി സിമ്പതി മനസ്സിലായല്ലോ. സിമ്പതി കാണിക്കേണ്ടത്, എമ്പതി കാണിക്കാൻ പറ്റും. ഇത് കുഞ്ഞിനെ പഠിപ്പിക്കണം. ഇത് കുഞ്ഞിനെ ബോധ്യപ്പെടുത്താൻ എന്ത് ചെയ്യാം, അവനെ സ്വയം ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ എമ്പതി സിമ്പതി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. ആ പേരൻ്റാണ് അവർക്ക് അവൻ വളർന്നു വരുമ്പം നമ്മളെ കൊണ്ട് ചെന്ന് ഇവിടെ ആക്കത്തില്ല. ഇപ്പോൾ ഒരുപാട് വൃദ്ധസാധനങ്ങളുണ്ട്, ആ വൃദ്ധസാധനം കൊണ്ട് ആക്കത്തില്ല, അവൻ നമ്മളെ കൊണ്ട് പോകും. ഈ മക്കൾക്ക് വേണ്ടി ഒരു കൂടി ഹലോ മക്കളെല്ലാവരും ഹലോ പറയുമ്പോൾ ഹായ് പറയുമോ? ഹലോ പറയുമ്പോൾ ഹായ് പറയണം. എന്ത് വടാക്കട്ടപ്പായി, ഇനി വാ, നീ ഓടി വന്നേ, ഓടി വാ, ഓടി വാ, ഒരു ഹലോ പറ. അവ ഹലോ പറയുമ്പോൾ ഹായ് എങ്കിലും പറഞ്ഞു ഹലോ. മനസ്സിലായില്ല. ഓക്കെ, എന്താ പേര് പറ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? LKG ആണോ അതോ UKG ആണോ? ഓക്കെ, എല്ലാവരും ടാറ്റ പറയാം. ഓക്കെ, എല്ലാവർക്കും ടാറ്റ. അവിടെ പോയി ഇരിക്കുമോ? ഹലോ പറയുമോ? ഓക്കെ, ശരി. ഇതാണ് പ്രായം. വിളിച്ചാൽ ഓടി വരും, എന്താണെന്ന് അറിയത്തില്ല. സെൽഫ് അവയർനെസ് കൊടുക്കണം. നമ്മൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ. ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരാളെ മുട്ടായി കൊണ്ട് കൊടുക്കുന്നു, അമ്മയെ ഒന്ന് നോക്കും, ചിരിച്ചാൽ മേടിക്കും, ഇല്ല മേടിക്കുമോ, ഇല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ കയറ്റും. ഇനി ഇതുപോലെ കുഞ്ഞിനെ വിളിച്ചെങ്കിൽ ഇനി ഇവിടെ കൈയടിക്കാതിരിക്കുന്നവരെ ഞാൻ വിളിക്കും. പതുക്കെ ഇവിടെ 1-2 വാക്ക് പറഞ്ഞിട്ട് പോയാൽ മതി, വേർന്നില്ല. ഒരു പാട്ട് പാടുക, ഒരു ഡാൻസ് ചെയ്താൽ മതി, കേട്ടല്ലോ. റെഡി? അപ്പൊ ക്ലാപ്പ്. റെഡി? 1 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ വലത് കൈ ഇടത് കൈയിലേക്ക് അടിച്ചു. ഈ 2 എന്ന് പറയുമ്പോൾ ഇടത് കൈ വലത് കൈയിലേക്ക് അടിക്കണം. 1 എന്നോ വലത് കൈ ഇടത് കൈ, 2 എന്ന് പറയുമ്പോൾ ഇടത് കൈ വലത് കൈ. ഓക്കെ, റെഡി? 1. സൗണ്ട് ഇല്ലായിരുന്നു, ഒരുമിച്ചല്ല അടിച്ചത്. റെഡി? 1 2 ആണ്ടാ ചെറിയോ ഇങ്ങനെ അടിച്ചു, കുഴപ്പമില്ല. 1 2 പറ്റത്തില്ല. 1 എന്ന് പറഞ്ഞാൽ വലത് കൈ ഡോമിനൻ്റായി ഇടത് കൈയിലേക്കും, 2 എന്ന് പറയുമ്പോൾ ഇടത് കൈ ഡോമിനൻ്റായി വലത് കൈയിലേക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? 1 2 വിട്ടുപോയി നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ സമയത്തിൻ്റെ കാര്യങ്ങളായിട്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ ഉദ്ഘാടനം എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. അത് മറന്നുപോയാൽ നമുക്ക് ശരിയാവത്തില്ല. അപ്പോൾ തെറ്റെനിക്ക് വിട്ടുപോയപ്പോഴാണ് മനസ്സിലായത്. കാരണം വീണ്ടും സംസാരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു, തീർക്കാനൊന്നും കുറച്ചുണ്ടായിരുന്നു. പക്ഷേ സമയം കഴിഞ്ഞു പോയതുകൊണ്ടാണ്, നിങ്ങളെല്ലാം പോകാൻ നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സ് കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹത്തോടെയും നിങ്ങളെ എല്ലാ അനുവാദത്തോടുകൂടിയും ആശംസകളോടുകൂടിയും ചേർന്ന് ഇന്നത്തെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. Thank you, sir. Next, we are moving to a momentous occasion where we celebrate the achievements and hard work of our former students. Today, we have our former students who got full A+ in SSLC examination 2024. I would appreciate if Mr. Shahar can do the honor of distributing prize. I would like to call the prize winners. Sufyan, welcome stage. Welcome them with a round of applause. Thank you, sir. Welcome Shafana on stage. Welcome them with a round of applause. I invite Mr. K.C. Char, Principal of Irshadia School, to
to do the honor of distributing prize. Next, I would like to invite Mr. Shivadasan, Managing Director of Matrix Academy, Chandanathop, to do the honor of distributing prize. Welcome Shinaz SJ on stage. Welcome them with a round of applause. I would like to invite Mrs. Hasina Shyam, President JCI Training, to hand over the prize. I would like to invite Subhana on stage. Welcome them with a round of applause. Congratulations to all. I wish you all the best for your upcoming years. Next, I would like to invite Mrs. Hasina Shyam, President JCI Training, to deliver a speech that we are eagerly looking forward to. Respected Principal, Shadia School, KC Charles Sir, our Chief Guest, ഷഹദീൻ സാർ, കുട്ടികളും അടുത്ത ഒരു വർഷത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഒരു ചലഞ്ചാണ് നമ്മുടെ പാരൻറ്റിങ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ആകുലതയോടെ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടത്, ഏത് കാര്യം ചെയ്താലാണ് അവരെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മളുടെ ഇന്നത്തെ ഒരു ചാലഞ്ചാണ്. ഞാനൊരു പാരൻ്റാണ്. ഞാൻ ഈ ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി ദിനത്തിന് നമുക്ക് ഇന്നിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് അവസരം തന്ന മാമിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ഒരു വർഷം ഈ കുട്ടികൾക്കെല്ലാം നല്ല രീതിയിൽ എല്ലാ രീതിയിലും മികച്ച ഒരു അധ്യയന വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Thank you, ma'am. I would like to invite Mr. Shivadasan, Managing Director, Matrix Academy, Chandanathop, to share their insights with us. Please. നമസ്കാരം. വേദിയിലിരിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ സാൽ സർ, എൻ്റെ സുഹൃത്തും നമ്മുടെ മുഖ്യാതിഥിയായിട്ട് വന്ന ഷഹാബിൻ സാർ, ഒട്ടും തന്നെ ഉണ്ടാക്കി തന്ന ഇർഷാദിയ സ്കൂളിലാണ് നിങ്ങളെ ഇത്രത്തോളം ആൾക്കാരെ ഒരുമിച്ച് കിട്ടാനും ഇത്രത്തോളം കുട്ടികളെ പഠിപ്പിക്കുവാനും അവരോടൊപ്പം അബാക്കസിൻ്റെ മേന്മകൾ മനസ്സിലാക്കാനും ഒരവസരം ഉണ്ടായി. ഏതായാലും ഈ വർഷം എല്ലാ കുട്ടികൾക്കും വേണ്ടി അബാക്കസ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. അബാക്കസ് സ്കൂളിൽ അല്ലെങ്കിൽ പഠനമുറിയിൽ മാത്രം പഠിക്കാനുള്ളതല്ല, നിങ്ങൾ തിരിച്ചറിയണം, ഞങ്ങളോടൊപ്പം സഹകരിക്കണം. ഒപ്പം ഇർഷാദിയ സ്കൂളിൻ്റെ ഈ മാനേജ്മെൻറ്റിന് ഇത്തരം ഒരവസരം നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി തന്നതിന് നിങ്ങളെന്നും കടപ്പെട്ടവരായിരിക്കണം. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. Thank you, sir. Next, we are moving to a session, Instructions on School Rules and Regulations. This session will be handled by Mrs. Shamla Salahuddin, Chief Coordinator of Irshadiya Public School. I welcome you, Shamla ma'am, to speak on Instructions on School Rules and Regulations. Ma'am, please. Warm good morning to our respected Principal Sir, our Chief Guest Shahadi Sir, Hasina ma'am, JCI owned President, then our PTA President Nijmuddin, their parents and my dearest kids. ഒരുപാട് സമയമായി, ഏകദേശം 1 മണിക്കൂറോളമായി പലതരത്തിലുള്ള ഒന്നുകൂടെ ഓർമ്മിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകാൻ വേണ്ടി ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സോ വിഷയം നല്ല ഒരു അധ്യയന വർഷം എൻ്റെ കുട്ടികൾക്ക് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am. Today, as you know, today is World Environmental Day. On this World Environment Day, let us pledge together to strive towards making our planet better for all. To inspire our students to plant more trees to save Earth, we have a small initiative here
Today, Hasina Shan ma'am, the president of JCI National, will plant a tree to inspire our students. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. മണ്ണും മലിനം, പെണ്ണും മലിനം, ജലവും മലിനം, ആകെ മലിനം. തരണം ഇവിടെ പുതിയൊരു കാലം, തരണം സുന്ദരമായൊരു ലോകം. Before we disperse, I wish to say it is truly an honor to be with such an accomplished gathering. Thank you for all making this event memorable. I expect this kind of support throughout this academic year. Once again, thank you all. Now it is time to express gratitude and seek blessings from the God Almighty, the architect of our universe. And be ready for national anthem. पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उज्जल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे